നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വാഴച്ചുണ്ട് കൊണ്ടുള്ള ഒരു അടിപൊളി കട്ട്ലേറ്റ് ആണ്. അതിന് നമുക്ക് മുട്ട മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിന് ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കട്ട്ലേറ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടാലോ? വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കിഴങ്ങ്, ഒരു സബോള, 2 ക്യാരറ്റ്, ഒരു പച്ചമുളക്. ക്യാരറ്റും കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആദ്യമേ കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 2 കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് വാഴച്ചുണ്ടും സബോളയും പച്ചമുളകും ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാവേ. സബോളയും പച്ചമുളകും വാഴച്ചുണ്ടും ചെറുതായി കൊത്തി അരിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സബോളയൊന്ന് വഴറ്റിയെടുക്കാം. സബോള ഒന്ന് വഴട്ടെ. സബോള നന്നായിട്ട് വഴന്നു. ഇനി പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കുന്ന വാഴച്ചുണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വാഴച്ചുണ്ട് സബോളയും നന്നായിട്ട് വഴന്നു. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. വേവിച്ച് വെച്ച കിഴങ്ങും ക്യാരറ്റിനകത്തേക്ക് വഴറ്റി വെച്ചേക്കുന്ന വാഴച്ചുണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണും കൊണ്ട് ഇളക്കുന്നേക്കാളും നല്ലത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ എല്ലായിടത്തും പിടിക്കും. ഇതിനു വേണ്ടി ഒരു മുട്ട എടുത്ത് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കിഴങ്ങും വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഫാഷനാണോ നമുക്ക് വേണ്ടത് ആ ഫാഷനിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞങ്ങളിത് റൗണ്ട് ഫാഷനാണ് പരത്തിയെടുത്തേക്കുന്നത്. എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് തിരിച്ച് മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാവേ. ഒരു സൈഡ് മൊരിഞ്ഞു, നമുക്ക് അടുത്ത സൈഡും കൂടെ അതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബായ്.